ോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമ്മുടെ മാഡത്തിൻ്റെ ക്ലാസ് നമ്മളെ അറ്റൻഡ് ചെയ്തു. വളരെ മനോഹരമായിരുന്നു ക്ലാസ് അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? നന്നായിരുന്നില്ലേ? ഓക്കെ. ഒരു പ്രസംഗ പരിശീലനം നടത്തുമ്പോൾ 3 ഐകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാറ്. അതായത് നമ്മൾ പറയുന്നത് ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. അതേപോലെ നമ്മൾ നോളജ് തലയിൽ അടിച്ചു കയറ്റിയാൽ മാത്രം പോരാ, അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അതേപോലെ ഇൻട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് 3 ഐകൾ? ഇൻഫോർമേറ്റീവ്, ഇൻട്രസ്റ്റിംഗ്, ഇൻട്രാക്റ്റീവ്. അപ്പോൾ മാഡത്തിൻ്റെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഇൻട്രാക്റ്റീവ് ആയിരുന്നു. പോരാതെ വളരെ ഭംഗിയായിട്ട് നമ്മളോട് ബോഡി ലാംഗ്വേജ് എന്താണെന്നും ബോഡി ലാംഗ്വേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തന്നു. അതേപോലെ തന്നെ നമ്മുടെ വോയിസ് മോഡുലേഷനിലെ പോസസ്, പിച്ചസ്, റിതം ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതേപോലെ പവർ ഓഫ് വേർഡ്സ്, നമ്മൾ വാക്കുകൾ സംസാരിക്കുമ്പോൾ അവർ തന്നെ വളരെ ഭംഗിയായിട്ട് എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 ഈകളെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. എന്തൊക്കെയാണ് 5 ഈകൾ? അതായത് ഒരു സ്പീച്ച് നമ്മൾ നടത്തുമ്പോൾ വി മസ്റ്റ് നോ ഹൗ ടു എഡ്യൂക്കേറ്റ് അവർ ഓഡിയൻസ്. രണ്ടാമത്തത് വി മസ്റ്റ് നോ ഹൗ ടു എംപവർ അവർ ഓഡിയൻസ്. ആൻഡ് മൂന്നാമത്തതെന്ന് പറഞ്ഞാൽ ദ ട്രെയിനർ മസ്റ്റ് ബി എനർജറ്റിക് and the trainer must be enthusiastic, and finally she must know how to entertain the audience. About educative, empowering, entertaining, adepole she is able to entertain us, and in such a way she conduct the classes. So thank you very much and wish you all the best.